അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ സൂറത്ത് മറിയമിലെ 86 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി ബാക്കിയുള്ളതിലേക്ക് നേരിട്ട് പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ. ലാ യംലികൂന ശഫാഅത, അന്ന് ശുപാർശയ്ക്ക് അധികാരമുണ്ടായിരിക്കുകയില്ല. ഇല്ലാമൻ, ഒരുത്തനൊഴിച്ച്. ഇത്തഖദ ഇൻദർ റഹ്മാനി, ഇത്തഖദ അവൻ നിർമ്മിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇൻദർ റഹ്മാനി, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടുക്കൽ. അഹിദൻ, ഒരു കരാറ്. ആരെങ്കിലും കരാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശഫാഅത്ത് തരാന്നാ പറയുന്നത്. ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ. അള്ളാഹുവിങ്കിൽ ഒരു കരാറുണ്ടാക്കി വെച്ചവനല്ലാതെ അന്ന് ശുപാർശയ്ക്ക് അധികാരമുണ്ടായിരിക്കുകയില്ല. വഖാലു ഇത്തഖദ റഹ്മാനു വലദാ. വഖാലു, അവർ പറഞ്ഞു, ഇത്തഖദ റഹ്മാനു, റഹ്മാനായ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു വലതിനൊരു കുട്ടിയെ. വഖാലു ഇത്തഖദ റഹ്മാനു വലദാ, കരുണാനിധിയായ അള്ളാഹു സന്താനത്തെ സ്വീകരിക്കുന്നു എന്നവർ പറയുന്നു. ലഖദ് ജീത്തും, നിശ്ചയം അവർ വന്നിരിക്കുന്നു. ശൈഅൻ ഇദ്ദാ, വളരെ ഗൗരവമേറിയ ഒരു കാര്യവുമായിട്ട്. ലഖദ് ജീത്തും ശൈഅൻ ഇദ്ദാ, വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ഇതിന്റെ കാര്യത്തിന്റെ ഗൗരവം എന്താണെന്നറിയോ? അതാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ കാരണമാകും. വതൻശഖുൽ അർളു, ഭൂമി കീറിപ്പോകും. വതഖിറുൽ ജിബാലു, പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുകയും ചെയ്യാൻ കാരണമാകുന്നു. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ഇത് കാരണം, അതായത് അള്ളാഹു കുട്ടിയെ സ്വീകരിച്ചു എന്ന ആരോപണം കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി കീറിപ്പോവുകയും പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുകയും ചെയ്യാറാകുന്നു. അള്ളാഹു കുട്ടിയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളാണ്. റഹ്മാനി വലദാ, കാരുണ്യവാനായ അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്നവർ ആരോപിച്ചത് കൊണ്ടാണ് ഈ ആകാശവും പൊട്ടിപ്പിളരാനും ഭൂമി കീറിപ്പോകാനും പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴാറാവുകയും ചെയ്തു പോയി. അത്രയും വലിയ ദുരന്തത്തിലേക്ക് ഇവർ കൊണ്ടുപോയി. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. വമാ യംബഗി ലിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഒട്ടും ചേർന്നതല്ല, യോജിച്ചതല്ല. അൻ യത്തഖിദ വലദാ, അവനൊരു കുട്ടിയെ സ്വീകരിക്കുക എന്നത്. മാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, വാസ്തവത്തിൽ കുട്ടിയെ സ്വീകരിക്കുക എന്നത് കരുണാനിധിയായ അള്ളാഹുവിന് ഒട്ടും ചേർന്നതല്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി
ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലുള്ളവരെല്ലാം തന്നെ ഇല്ലാ ആതിർ റഹ്മാൻ, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ വരുന്നത് അബുദൻ, അടിമയായിട്ടല്ലാതെ വരികയില്ല. എല്ലാവരും, അതായത് ഇവര് മക്കളാണ്, മകനാണ് എന്നൊക്കെ പറയുന്ന എല്ലാവരും റഹ്മാനായ അള്ളാഹിൻ്റെ അടുക്കൽ അടിമയായി മാത്രമേ വരികയുള്ളൂ. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ആകാശഭൂമികളിലുള്ളവരെല്ലാം തന്നെ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ദാസന്മാരായി വരുന്നവർ മാത്രമാണ്. ലഖദ് അഹ്സ്വാഹും, അവരെല്ലാം നിശ്ചയമായും അറിയുകയും ചെയ്യും. വഅദ്ദഹും, അവരെ എണ്ണിക്കണക്കാക്കുകയും ചെയ്യും. അദ്ദൻ, ഒരു എണ്ണിക്കണക്കാക്കൽ. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ, തീർച്ചയായും അവരെയെല്ലാം അവൻ കൃത്യമായി അറിയുകയും ശരിക്കും എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. വകുല്ലുഹും ആതീഹി, അവരെല്ലാവരും അവൻ്റെ അടുക്കൽ വരുന്നതാണ്. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഫർദൻ, ഏകനായി. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, അവരിൽ ഓരോരുത്തരും അന്ത്യനാളിൽ ഏകനായി അവൻ്റെ അടുത്ത് വരുന്നതാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഇന്നല്ലദീന ആമനൂ, നിശ്ചയം വിശ്വസിച്ചവര്, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്യുന്നവരും, സയജ്അലു ലഹുമുർ റഹ്മാനു, റഹ്മാനായ അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, സ്ഥാപിച്ചു കൊടുക്കും, വുദ്ദൻ, സ്നേഹം. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ദുനിയാവിലും ആഖിറത്തിലും കരുണാനിധിയായ അള്ളാഹു സ്നേഹം സ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക, ഫഇന്നമാ യസ്സർനാഹു, തീർച്ചയായും നാം താങ്കൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു, ബിലിസാനിക, താങ്കളുടെ ഭാഷ കൊണ്ട്, ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, ഇത് കാരണം ഭയഭക്തിയുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും, വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ, വതുൻദിറ ബിഹി, അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകാനും, ഖൗമൻ, ഒരു ജനതയ്ക്ക്, ലുദ്ദ, തർക്കവിതർക്കങ്ങൾ നടത്തുന്നവരായ ഒരു ജനതയ്ക്ക്. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ. എന്നാൽ തീർച്ചയായും ഈ ഖുർആനെ താങ്കളുടെ ഭാഷയിൽ നാം ലളിതമാക്കി തന്നിരിക്കുന്നു. ഇത് മുഖേന താങ്കൾ ഭയഭക്തിയുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കാനും അനാവശ്യ തർക്കങ്ങൾ ഉന്നയിക്കുന്ന ജനതയെ താക്കീത് ചെയ്യാനും വേണ്ടി. ഫകം അഹ്ലക്നാ ഖബലഹും മിൻ ഖർനിൻ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സാ. ഫകം അഹ്ലക്നാ ഖബലഹും മിൻ ഖർനിൻ, അവർക്ക് മുമ്പ് എത്രയോ തലമുറയെ നാം നശിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ, അവരിൽ ആരെയെങ്കിലും താങ്കൾ ഇന്ന് കാണുന്നുണ്ടോ? ഔ തസ്മഉ ലഹും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
റിക്സൻ ചെറിയ ഒരു നേർത്ത ശബ്ദമെങ്കിലും കേൾക്കുന്നുണ്ടോ? വകം മഹിലക്കിന കബിലഹും മിൻ കർനിൻ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സാ. എത്രയോ തലമുറകളെ ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ ആരെയെങ്കിലും താങ്കൾ ഇന്ന് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ലഘു ശബ്ദമെങ്കിലും താങ്കൾ കേൾക്കുന്നുണ്ടോ? ഇതോടെ സൂറത്ത് മറിയമിലെ മുഴുവൻ വചനങ്ങളുടെയും 98-ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും ആശയവും പറഞ്ഞതോടുകൂടി ഈ സൂറത്ത് മറിയം എന്ന അധ്യായം പൂർത്തീകരിക്കുകയാണ്. പിന്നെ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങളും കൂടി പറയാണ്. ഇവിടെ ഖുർആനിലത്തെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല ഇതിനെപ്പറ്റി ഇതിൻ്റെ സബബുൻ നുസൂൽ, അതുപോലെ തന്നെ ഓരോ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം, അതുപോലെ മുഫസ്സിരീങ്ങൾ പല രൂപത്തിൽ ഓരോ ആയത്തുകളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് അതിൻ്റെ ഭാഷ അർത്ഥം പറയുകയും ഈ പാപിയായ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ മനസ്സിലാക്കിയ ആശയമായി പറയുകയുമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഓരോ സൂറത്തിലെ ഓരോ ആയത്തിനും അതിൻ്റെ തഫ്സീറുകൾ എടുത്തു കഴിഞ്ഞാൽ വല്ലാതെ പഠിക്കാനുണ്ട്. വലിയ ആയത്തിലൊക്കെ ഇറങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ അള്ളാഹു അനുഗ്രഹിച്ച് നമ്മുടെ സമുദായത്തിൽ ഇപ്പം തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആഫിയത്തോടു കൂടിയ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അപ്പം ഇത് കേട്ട് കഴിഞ്ഞാലും പലരും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലത്തൊക്കെ ഉസ്താദന്മാരുണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കേട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ബാക്കിയുള്ള ഉസ്താദ് തന്നെ ഇങ്ങനെ നാട്ടുകാർക്ക് ഒരു മൈരുവേഷായൻ്റെ സമയത്തൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ദർശൊക്കെ കുറ്റി കഴിഞ്ഞ് പോയി. അല്ല, ഇപ്പോഴത്തെ പ്രസ്ഥാനത്തിൻ്റെ ഇടിച്ചു കയറ്റത്തിൽ നമ്മളല്ലാതെ ചുരുങ്ങിപ്പോയി. നമുക്ക് പേടിയാ, നമുക്ക് സത്യത്തിൽ സംഭവിച്ചതാണ് എന്ത്, മറ്റുള്ളവർ നമ്മളെ കൊണ്ട് എന്ത് വിചാരിക്കും എന്ന ചിന്താഗതി. നമ്മുടെ അസ്തിത്വം നമ്മൾ നഷ്ടപ്പെടുത്തുക, അതല്ല വേണ്ടത്. ഓരോ പള്ളിയിലുള്ള ഉസ്താദന്മാരെ കൊണ്ട് എല്ലാവർക്കും നല്ല അറിവും കഴിവുള്ളവരാണ്. അതിന് പറ്റിയ കോളേജ്, അറബി കോളേജുകളും അങ്ങനത്തെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം കൊടുക്കുന്ന സ്ഥാപനങ്ങളും കൊണ്ട് അള്ളാഹു നമ്മുടെ സമുദായത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം പള്ളിയിൽ മഗ്‌രിബിൻ്റെ ശേഷം ഒരായത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് അല്ലെങ്കിൽ എന്തെന്നാണോ കഴിയുന്ന ഖുർആനിലത്തെ 1-2 വചനങ്ങൾ, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് മനസ്സിലാക്കി തരാൻ ഉസ്താദന്മാരോട് പറഞ്ഞാൽ എന്തു ചെയ്യും, അവരതിനുള്ള നടപടി ഉണ്ടാക്കി തരും. 1-2 ഉസ്താദന്മാരോട് ഈ വിഷയം ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാനെങ്ങാനും ആ നാട്ടിൽ നിന്ന് അങ്ങനത്തെ വിഷയം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉള്ള ജോലി പോകും ഉസ്താദെന്ന്. അപ്പം എന്ത് ചെയ്യണോ, എല്ലാവരും അതിലൊന്ന് അവരവരുടെ നാട്ടിൽ നമ്മൾ ഖുർആൻ നമ്മുടെ അസ്തിത്വമാണ്. നമ്മുടെ ഉമ്മാനെ കൊണ്ട് നമ്മളെ വീട്ടുകാരെയും ചർച്ച ചെയ്യേണ്ട നാട്ടുകാരെല്ലാം നമ്മളാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മതത്തോടൊരു കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഖുർആൻ കൊണ്ട് പേച്ചവരുണ്ട്, നന്നാവുന്നവരുണ്ട്. ഖുർആൻ തൊട്ട് ഉള്ള കളി തന്നെ നന്നാക്കുന്നതാണ് എന്നാണ് വെപ്പ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അള്ളാഹു വിജയികൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം.
തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.